US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ സംഘർഷമുണ്ടായി 7 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കപ്പലിലെ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ചിലർ കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? പ്രത്യേകിച്ച് അമേരിക്ക ഇതിൽ ഒന്നും തന്നെ പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനാണല്ലോ ഈ വാർത്ത പുറത്തുവിട്ടത്. ഹരി, അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിൽ ഒന്നായ എബ്രഹാം ലിങ്കൺ അത് 9 മാസമായി ഇറാൻ തീരത്ത് തുടരുകയാണ്. ഇറാൻ ഈ നാവിക ഉപരോധം തീർക്കുന്നത് പ്രധാനമായും എബ്രഹാം ലിങ്കൺ ഉൾപ്പെട്ട വിമാന വാഹിനി കപ്പലുകളുടെ ഒരു വ്യൂഹമാണ്. ഈ കപ്പലുകളിലെ സൈനികർ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ അവർ ഈ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. കാരണം ഇത്രയും നാൾ 260 ദിവസമായി കടലിൽ തുടരുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കപ്പലിലെ സാഹചര്യം അത് വളരെ മോശമാണ്, ശുചിത്വമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ചിലർ കടലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ സെൻട്രൽ കമാൻഡ് മേധാവി ബ്രാഡ് കൂപ്പറിൻ്റെ ഉപദേഷ്ടാവ് എബ്രഹാം ലിങ്കണിലേക്ക് എത്തിയത്. ഈ സമയം സൈനികർ അദ്ദേഹത്തിന് നേരെ കുപ്പികൾ വലിച്ചെറിഞ്ഞു. അദ്ദേഹം ഈ സൈനികരോട് സംസാരിക്കുകയായിരുന്നു, അവരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. ഈ സമയമാണ് ചില സൈനികർ വെള്ളക്കുപ്പികൾ ബ്രാഡ് കൂപ്പറിൻ്റെ ഉപദേശകന് നേരെ വലിച്ചെറിയുകയും തുടർന്ന് ഈ സൈനികർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തു എന്നുള്ള വിവരം. ഇവർ കത്തിയും മൂർച്ചയുള്ള ആയുധങ്ങളും കൊണ്ട് പരസ്പരം ആക്രമിച്ചു. അങ്ങനെ 7 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇറാൻ മാധ്യമമായ തസ്ലിം ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ അമേരിക്ക ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം ഈ ഫെബ്രുവരി 28-ന് തുടങ്ങുന്ന യുദ്ധം, അതിനു മുൻപ് തന്നെ അമേരിക്കയുടെ നിരീക്ഷണം ഇറാൻ തീരത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ യുദ്ധം ആരംഭിച്ച സമയത്തോടു കൂടിയാണ് എബ്രഹാം ലിങ്കൺ വാർത്തയിൽ നിറയുന്നത്. അതോടൊപ്പം തന്നെ ജെറാൾഡ് ഫോർഡ് എന്ന ഏറ്റവും വലിയ പടക്കപ്പലുണ്ട്. ഈ പടക്കപ്പലും തീരത്തേക്ക് എത്തിയെങ്കിലും ഇടയ്ക്ക് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ എബ്രഹാം ലിങ്കൺ തുടരുകയാണ്. അതിൽ 5000-ഓളം സൈനികരാണുള്ളത്. സാങ്കേതിക വിദഗ്ധരടക്കം 5000-ഓളം പേർ കപ്പലിൽ തുടരുന്നുണ്ട്. ഇവർക്കുള്ള ശുചിമുറികൾ അതിൽ പലതിലും ഈ കൃത്യമായി വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ പലർക്കും രോഗബാധ ഉണ്ടാകുന്നു. ശുചിത്വമില്ലായ്മ കാരണമുള്ള രോഗബാധ ഉണ്ടാകുന്നു. ഇവർക്ക് ആഹാരം പോലും പരിമിതമാണ്. അരക്കപ്പ് ചോറും 2 കഷ്ണം ഇറച്ചിയും മാത്രമാണ് പലപ്പോഴും ആഹാരമായി ലഭിക്കുന്നത്. കൃത്യമായ ഉറക്കമില്ലായ്മ മാത്രമല്ല ഈ മാനസിക സമ്മർദ്ദം. പലതവണ ഏതാണ്ട് 100ഓളം മിസൈലുകൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എബ്രഹാം ലിങ്കന് നേരെ വന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പ്രതിരോധിച്ചു. പക്ഷേ ഇതെല്ലാം ഇവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മാത്രമല്ല നമുക്കറിയാം, ഇന്ത്യയിൽ നാവികാഭ്യാസത്തിന് വന്ന് മടങ്ങിയ ഇറാൻ്റെ കപ്പൽ അമേരിക്ക അന്തർവാഹിനി ഉപയോഗിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഈ കപ്പൽ തുടരുമ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയും സൈനികർക്കുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. മറ്റൊന്ന്, ഒമാൻ തീരത്ത് ജൂലൈയിൽ ഒരു തവണ അടുത്തതൊഴിച്ചാൽ അത് വളരെ ചെറിയ സമയത്തേക്കാണ് ഈ കപ്പൽ കര തൊട്ടിട്ടില്ല, അല്ലെങ്കിൽ തീരത്തേക്ക് വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ സൈനികർക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇതിനിടയിൽ ചിലർ കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു വലിയ നാണക്കെട്ട ഒരു അവസ്ഥ തന്നെയാണല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അമേരിക്കൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഈ കപ്പലിൽ കഴിയുന്നവരുടെ ബന്ധുക്കളുടെ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനൊരു കാര്യം കൂടി സംഭവിക്കുമ്പോഴേക്കും 2 കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കൻ സൈന്യത്തിന് പ്രത്യേകിച്ച് ഒരു വീഴ്ച സംഭവിച്ചതായുള്ളൊരു അഡ്മിറ്റ്. ഇപ്പോൾ അമേരിക്ക ഇതുവരെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വീഴ്ച സംഭവിച്ചതായിട്ടുള്ള ഒരു പ്രതികരണം അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. സാന്റിയാഗോയിൽ നേരത്തെ തന്നെ സൈന്യത്തിൻ്റെ ഒരു യോഗം നടന്നപ്പോൾ ഏതാണ്ട് 100ഓളം സൈനികരുടെ കുടുംബാംഗങ്ങൾ അവിടേക്ക് എത്തുകയും അവർ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇടയ്ക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടായ സമയത്ത് സൈനികർ നമുക്കറിയാം, ഈ എബ്രഹാം ലിങ്കണിന് പുറമെ മറ്റ് കപ്പലുകളുണ്ട്, ചെറു കപ്പലുകൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളുണ്ട്. ഇതിലെയൊക്കെ തന്നെ സൈനികർ നാട്ടിലേക്ക് മടങ്ങുകയും പിന്നീട് അവർ ഈ വീണ്ടും ഡ്യൂട്ടിയുടെ ഭാഗമായി തിരികെ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് ഈ പബ്ബുകളിലും മറ്റും പോയി അമിതമായി മദ്യപിച്ചു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്നുള്ള കാര്യമാണ്. കാരണം ഇത് പൊതുവിൽ അമേരിക്കയിൽ നിൽക്കുന്ന ഒരു വികാരം, ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമല്ല, ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അമേരിക്ക ഇങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു എന്നതാണ്. നിരവധി സെനറ്റർമാർ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. US കോൺഗ്രസിൻ്റെ അംഗീകാരം, അതായത് യുദ്ധത്തിന് വേണ്ടി കൂടുതൽ പണം ആവശ്യപ്പെട്ടത് ഏതാണ്ട് $70 ബില്യൺ ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടം ആവശ്യപ്പെട്ട കാര്യം US കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അതായത് ഈ ഭരിക്കുന്ന കക്ഷി പ്രതിപക്ഷം മാത്രമല്ല, ഭരിക്കുന്ന കക്ഷിയിൽ നിന്ന്
പോലും എതിർപ്പ് വരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും അതിലെ സെനറ്റർമാർ പോലും പലരും ഇതിനെ എതിർക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് നമ്മൾ ഈ സൈനികരിലും കാണേണ്ടത്. കാരണം ഏതാണ്ട് 9 മാസത്തോളമായി ഇങ്ങനെ കടലിൽ തുടരുന്ന സൈനികർ 6 മാസം വരെയാണ് പരമാവധി ഇങ്ങനെ ഒരു വിന്യാസം ഉണ്ടായാൽ അതിൻ്റെ ഒരു സമയം. പക്ഷേ ഇത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതാണ് സൈനികരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇത് സമീപകാലത്തൊന്നും തന്നെ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു പടക്കപ്പൽ ഇത്രയും അധികം കാലം കടലിൽ തുടർന്ന ഒരു സാഹചര്യമില്ല. 6 മാസമാണ് അതിൻ്റെ പരമാവധി കാലാവധി. എത്ര വലിയ യുദ്ധമായാലും. പക്ഷേ ഇതിപ്പോൾ ഈ 6 മാസം എന്നത് കഴിഞ്ഞ് വീണ്ടും മാസങ്ങൾ പിന്നിടുന്നു. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം, ശുചിത്വമില്ലായ്മ, ആഹാരത്തിൻ്റെ കുറവ്, ഈ 5000 പേർ വരുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ, ഇതൊന്നും തന്നെ കപ്പലിലില്ല എന്നത് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മാത്രമല്ല ഈ അലക്ക് സംവിധാനമുണ്ട്, ഇതൊന്നും ആ മെഷീനൊന്നും പ്രവർത്തിക്കുന്നില്ല. ടോയ്ലറ്റുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു. അങ്ങനെ ഇവർക്ക് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് കടലിലുള്ളത് യുദ്ധത്തിൻ്റെ ഭാഗമായി. അങ്ങനെയുള്ളൊരു മാനസിക സമ്മർദ്ദം കൂടി. കാരണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പലതവണ മിസൈൽ ആക്രമണം ഉണ്ടായി. ഒരുപക്ഷേ ഈ അന്തർവാഹിനി ആക്രമണമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം റഷ്യയുടെയും ചൈനയുടെയും വലിയ പിന്തുണയുണ്ട്. ഒരുപക്ഷേ ഇറാൻ്റെ കപ്പൽ അമേരിക്ക തകർത്തതുപോലെ ഈ കപ്പലിന് നേരെയൊക്കെ തന്നെ ആക്രമണം ഉണ്ടാകാം. പ്രത്യേകിച്ച് ഇറാൻ്റെ തീരത്താണ് ഇതുള്ളത്. ഇറാൻ ഈ കടൽ മൈനുകൾ, അങ്ങനെ ബോംബുകൾ സ്ഥാപിക്കുന്ന നേരത്തെ തന്നെ രീതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 1500 അതിലധികം ബോംബുകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചതിൽ നിന്ന് 400 എണ്ണം നേരത്തെ തന്നെ ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി വീണ്ടെടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും അതെല്ലാം തന്നെയുണ്ട്. അങ്ങനെയുള്ള പല യുദ്ധമുറകൾ ഇറാൻ പ്രയോഗിക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക കൂടി സൈനികർക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹരി, ശരി, വ്യക്തമാണ്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ തന്നെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു അവിടുത്തെ സൈനികർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് 6 മാസത്തെ കാലാവധി ഉൾപ്പെടെ കഴിയുന്ന സാഹചര്യത്തിൽ പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യത്തിൽ 7 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.